അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇഅ്മാലു ഇസ്മിൽ ഫാഇൽ എന്ന ഭാഗമാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നിലവിൽ നമ്മളുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. ഒന്നാമതായി, ഇസ്മു ഫാഇലിൻ്റെ കൂടെ അലിഫ്ലാമ് വന്നാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? മാളിയുടെയും ഹാലിൻ്റെയും മുസ്തഖ്ബിലിൻ്റെയും അർത്ഥത്തിന് സാഹചര്യമനുസരിച്ച് അത് വെക്കാം എന്നുള്ളതാണ് നഹ്വീങ്ങളിൽ ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. എന്നാൽ ചിലർ അതിനെ എതിർത്തിട്ടുമുണ്ട്. രണ്ടാമതായി, ഇസ്മു ഫാഇലിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ അമല് ചെയ്യുന്ന മറ്റു ചില വസനുകളെ കൂടി നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ഫഅല്, മിഫ്ആല്, ഫഊല്, ഫാഇല്, ഫഈല്, ഫഇല്, ഇങ്ങനെയൊക്കെ ചില വസനുകളുണ്ട്. അതൊക്കെയാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِيَّكُمْ صِلَةَ أَلْفَ فِي الْمُضِي وَغَيْرِهِ إِعْمَالُهُ قَدْرَ طُولِي فَعَالُونَ أَوْ مِفْعَالُونَ أَوْ فَعُولُ فِي كَثْرَةٍ عَنْ فَاعِلٍ بَدِيلٌ فَيَسْتَحِقُّ مَا لَهُ مِنْ عَمَلِهِ وفي فاعل كالذا وفاعل. വഇയകുൻ സിലത അൽ, അത് അല്ലിൻ്റെ സിലയായി വന്നാൽ, അത് എന്ന് പറഞ്ഞാൽ ഇസ്മു ഫാഇൽ. വഇയകുൻ, ഈ ഇസ്മു ഫാഇലായാൽ സിലത അൽ, അല്ലിൻ്റെ സിലയായി വന്നാൽ ഫഫിൽ മുളിയി വഗൈരിഹി, അത് മാളിയിലും ഹാലിലും മുസ്തഖ്ബിലിലും ഏമാലുഹു, അതിൻ്റെ അമലുണ്ട് എന്നുള്ളത് കദർത്തുളി, തൃപ്തികരമായിരിക്കുന്നു നഹ്വീങ്ങൾക്ക്. അടുത്തത് ഫആലുൻ ഔ മിഫ്ആലുൻ ഔ ഫഊലുൻ. ഫആല് എന്നുള്ളത്, മിഫ്ആല് എന്നുള്ളത്, ഫഊല് എന്നുള്ളത് കസ്റത്തിനെ സൂചിപ്പിക്കുന്ന കാര്യത്തിൽ അൻ ഫാഇലിൻ, ഫാഇലിൻ്റെ തൊട്ട് ബദീലു പകരമായി വരുന്നതാണ്. അപ്പോൾ മാത്രവുമല്ല ഫയസ്തഹിഖു മാ ലഹു മിൻ ആമലി, അതിന് ഫാഇലിൻ്റെ അതേ അമലുമുണ്ട്. എന്നാൽ വഫി ഫഈലിൻ വഫഇലിൻ, ഫഈല് എന്നുള്ളതിലും ഫഇല് എന്നുള്ളതിലും കല്ലത, ഇത് കുറഞ്ഞിരിക്കുന്നു. അഥവാ അമല് ഉണ്ട് എന്ന് പറയുന്നവർ വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് ഇതാണ്. ഫആലിലും മിഫ്ആലിലും ഫഊലിലും ഇങ്ങനെ ഫായിലിനെ പോലെ തന്നെ അമല് ചെയ്യുക എന്നുള്ളത് വളരെ ധാരാളമായി കാണാം. എന്നാൽ ഫഈല് എന്നിവയിൽ വളരെ കുറവായിട്ടും കാണാം. പെട്ടെന്ന് പറഞ്ഞു അവസാനിപ്പിക്കാവുന്ന ഒരു ഭാഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅ ഇസ്മുൽ ഫാഇൽ സിലത്തൻ ലിൽ അലിഫി വല്ലാം, ഇസ്മു ഫാഇൽ അലിഫ് ലാമിൻ്റെ സിലയായി വന്നാൽ അമില മാളിയൻ വ മുസ്തഖ്ബലൻ വ ഹാലൻ, ഇത് മൂന്നായിട്ടും അതിന് അമല് ചെയ്യാനാവും. ലിവ്കോഹിഹിന ഇതിൻ മൗക്കിഅൽ അമലി, കാരണം ഈ മൂന്ന് സന്ദർഭങ്ങളിലും ഇത് അമലിൻ്റെ ഫഇലിൻ്റെ പണിയാണ് ചെയ്യുന്നത്. ഇത് ഹക്കുസിലത്തി, കാരണം സില എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അന്തകുന ജുംലത്തൻ, അതിൻ്റെ പണി ജുംലയാവുക എന്നുള്ളതാണ്. ഉദാഹരണം ഹാദല്ലാരിബു സൈദൻ, അവിടെ അലിഫ്ലാം എന്നുള്ള സിലക്ക് ജുംലയുടെ പണിയാണുള്ളത്. ഹാദല്ലാരിബു സൈദൻ, ഹാദല്ലദീ യദ്രിബു സൈദൻ എന്നൊക്കെ പറയുന്നത് പോലെ. അത് അൽ ആന ഔ ഗദൻ ഔ അംസി, മൂന്ന് ഭാഷയിലും മൂന്ന് കാലങ്ങളിലായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഹാദാ ഹുവൽ മശ്ഹൂർ മിൻ ഖൗലിൻ നഹ്വിയ്യീൻ, ഇതാണ് അറബി ഗ്രാമേറിയൻസിൽ ഭൂരിപക്ഷം പേരും പറയുന്നത്. എന്നാൽ വസഅമ ജമാഅത്തു മിനൻ നഹ്വിയ്യീന മിൻഹും റുമാനി, റുമാനി എന്നവരടക്കമുള്ള ചില നഹ്വീങ്ങൾ പറയുന്നത് ഇദാ വഖഅ സിലത്തൻ ലി അൽ ലാ യഅമലു ഇല്ലാ മാളിയ, അൽ എന്നുള്ളതിൻ്റെ സിലയായിട്ടാണ് ഇസ്മു ഫാഇൽ വരുന്നതെങ്കിൽ അത് മാളിയായിട്ട് മാത്രമേ അമല് ചെയ്യുകയുള്ളൂ, മുസ്തഖ്ബലാവില്ല, ഹാലാവില്ല. വസഅമ ബഅ്ദുഹും, എന്നാൽ മറ്റൊരു വിഭാഗത്തിൻ്റെ വാദം അന്നഹു ലാ യഅമലു മുത്ലഖ്, അത് മാളിയിലും ചെയ്യൂല, ഹാലും ചെയ്യൂല, മുസ്തഖ്ബലിലും ചെയ്യൂല. മൂന്ന് അഭിപ്രായങ്ങളാണുള്ളത്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ അന്നൽ മൻസൂബ ബഅദഹു, അങ്ങനെ എവിടെയെങ്കിലും ഒരു ഇസ്മു ഫാഇലിൻ്റെ കൂടെ അലിഫ്ലാം കാണുകയും അതിനുശേഷമുള്ള ഇസ്മിന് നസ്ബ് കിട്ടുകയും ചെയ്താൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ഫെയില് കളഞ്ഞു പോയിട്ടുണ്ട് എന്ന്. ആ ഫെയിലാണ് ആ ഇസ്മിനെ നസ്ബ് ചെയ്തത്, അല്ലാതെ ഇസ്മു ഫാഇൽ അല്ല എന്നാണ്. വൽ അജബു അന്ന ഹാദൈനിൽ മദ്ഹബൈൻ, ഈ രണ്ട് മദ്ഹബുകളും അഥവാ
മാദിയിൽ മാത്രമേ അമല് ചെയ്യുള്ളൂ, ഹാലിലും മുസ്തഖ്ബലിലും ചെയ്യൂല എന്ന റുമാനി അടക്കമുള്ള ആളുകളുടെ മദ്ഹബും, ഈ മൂന്നിലും ചെയ്യില്ല എന്ന് പറയുന്ന മറ്റു ചിലരുടെ അഭിപ്രായവും, ഈ രണ്ട് മദ്ഹബും തസ്ഹീൽ എന്ന കിതാബിൽ മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട്. വളരെ അത്ഭുതകരമാണ്. എന്തിനാണ് ഇത്രയും വില കുറഞ്ഞ വാദങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് അത്ഭുതം. വസഅമ ഇബ്നുഹു ബദ്റുദ്ദീൻ ഫീ ശറഹിഹി, എന്നാൽ മുസന്നിഫിന്റെ മകനായ ബദ്റുദ്ദീൻ ഈ മുസന്നിഫിന്റെ കിതാബിന്റെ ഷറഹിൽ പറഞ്ഞിട്ടുള്ളത് ഇസ്മുൽ ഫായില് ഇദാ വഖഅ സിലതൻ ലിൽ അലിഫി വല്ലാം അമില മാദിയൻ വ മുസ്തഖ്ബലൻ വ ഹാല. ഇങ്ങനെ ഇസ്മു ഫായില് അലിഫ് ലാമിന്റെ സിലയായി വന്നാൽ അത് അമല് ചെയ്യും, മൂന്നിലും അമല് ചെയ്യുമെന്നാണ് മകൻ പറയുന്നത്. ബി ഇത്തിഫാക്കിൻ, അങ്ങനെ പറയുന്നു എന്ന് മാത്രമല്ല, അതിന് അറബി ഗ്രാമേറിയൻസിന്റെ ഐക്യകണ്ഠാഭിപ്രായം ഉണ്ട് എന്നും അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. വഖാല ബഅദ ഹാദാ അയ്ളൻ, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇർതല്ലാ ജമീഉൻ നഹ്വിയിന ഇമാലഹു. അങ്ങനെ അൽ എന്നുള്ള സിലക്കു ശേഷം ഇസ്മു ഫായിൽ വരികയാണെങ്കിൽ അമല് ചെയ്യുമെന്നുള്ളത് എല്ലാ നഹ്വികളും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നുമാണ്. അപ്പോൾ 3 അഭിപ്രായങ്ങൾ ഇവിടെ നോട്ട് ചെയ്യുക. 2 ഫആലുനു മിഫ്ആലുനു ഫഊലു ഫീ കസ്റത്തിൻ അൻ ഫാഇലിൻ ബാദിലു ഫയസ്തഹിഖു മാലഹു മിൻ ആമലിൻ വഫീ ഫഈലിൻ ഖല്ലദാ ഫാഇൽ. അപ്പോൾ ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം പറയുകയാണ്. നേരിട്ടുള്ള ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രമേ നമ്മൾ പറയുള്ളൂ, പിന്നെ ഷറഹ് ബെയ്ത്ത് പറയില്ല. അല്ല ഷാഹിദ് ബെയ്ത്ത് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് പറയുകയും ചെയ്യും. കസറത്തിനെ സൂചിപ്പിക്കാൻ ഈ 5 സിയകളിലുള്ള ഇസ്മു ഫായിലുകൾ വരാറുണ്ട്. ഇസ്മു ഫായിലിന്റെ അതേപോലെ തന്നെ ഇതും അമല് ചെയ്യും. യമാലു സലാസത്തിൽ ഉവൽ, ആദ്യത്തെ 3 എണ്ണം ഫആൽ, ഫഊൽ, മിഫ്ആൽ, ഈ 3 എണ്ണം ഫൈല് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അമല് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഫൈല് എന്നുള്ളത് ഫൈലിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് ഫൈല്, പിന്നെ അതിൻ്റെ മുകളിൽ ഫൈല്, പിന്നെ അതിൻ്റെ മുകളിൽ മറ്റു 3 എണ്ണം. വമിൻ ഇഅ്മാലി ഫആൽ എന്നുള്ളതിൻ്റെ ഉദാഹരണം സീബവൈഹി ചില അറബികളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തൊരു വാക്കാണ്. അമ്മൽ അസല ഫഅന ഷറാബ്, തേനാണ് തരുന്നെങ്കിൽ ഞാൻ കുടിച്ചോളി, പച്ചവെള്ളം തന്നെ ഞാൻ എന്ത് ചെയ്യാനാ. അമ്മൽ അസല, തേനിനെ അന ഷറാബ്, ഞാൻ നല്ലോണം കുടിക്കും. ഇവിടെ അസൽ എന്നുള്ളത് നസ്ബ് ചെയ്തു. ആരാണ് നസ്ബ് ചെയ്തത്? ഷറാബ് എന്നുള്ളതാണ്. അടുത്ത ബെയ്ത്ത് നമ്മൾ പറയുന്നില്ല. ഫൽ അസല മൻസൂബും ബി ഷറാബ്. ഓക്കെ. വമിൻ അമാലി മിഫ്ആൽ, എന്നാൽ മിഫ്ആൽ എന്നുള്ളത് അമല് ചെയ്തതിൻ്റെ ഉദാഹരണം ഇന്നഹു ലമിൻഹാറുൻ ബവായികഹ എന്നുള്ളതാണ്. ഇവിടെ ബവായിക്ക് എന്നുള്ളത് ബാക്കിയത്തിൻ്റെ ജമ്മാണ്, കരയുന്നവർ എന്നുള്ളതാണ്. അതിനെ അമല് ചെയ്തത് മിൻഹാർ എന്ന് പറയുന്ന സീഗയാണ്. അത് ഫായിലിൻ്റെ അതേപോലെ തന്നെയാണ്. അതേപോലെ 3ാമത്തത് ഫഊലിന് ഒരു ഉദാഹരണവും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കവിതയാണുള്ളത്. ആ കവിത നമുക്ക് പറയാം. അഷിയ്യാത സുഅദാലു തറാഅത് ലിറാഹിബിൻ ബിദൂമാത തജ്റുൻ ദൂനഹു വ ഹജീജുൻ ഖലാദീനഹു വഹ്താജ ലിശൗഖി ഇന്നഹാ അലശൗഖി ഇഖ്വാനൽ അസായി ഹയൂജു. നമ്മൾ സുഅദ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ആകാര ലാവണ്യത്തെയും സൗന്ദര്യത്തെയും വിശേഷിപ്പിക്കുകയാണ്. അവളെ കണ്ടാൽ ഏത് പുരോഹിതനും വീണുപോകും, എത്ര ക്ഷമയുള്ളവനും എത്ര കൺട്രോളുള്ളവനും വീണുപോകും എന്ന് പറയാണ്. അഷിയ്യത്ത, രാത്രി സമയത്ത്, സുഅദ ലൗ തറാഅത്ത്, അവൾ കാണപ്പെട്ടാൽ ലിറാഹിബിൻ, ഒരു പുരോഹിതൻ. അപ്പോൾ അവൾ ഒരു പുരോഹിതന്റെ മുമ്പിൽ അവതരിച്ചു. ഒരു നീല നിലാവുള്ള രാത്രിയിൽ സുഅദ ഒരു പുരോഹിതന്റെ മുമ്പിൽ വന്നു എന്നിരിക്കട്ടെ. ബിദൂമത്ത, ധൂമയിലുള്ള ഒരു പുരോഹിതന്റെ. അല്ലെങ്കിൽ തജ്റുൻ ദൂനഹു വ ഹജീജു, ഒരുപാട് ഹജ്ജാജിമാരും ഒരുപാട് വാണിഭക്കാരും കച്ചവടക്കാരുമൊക്കെ ഉള്ള അതൊക്കെയുള്ള ധൂമയിലെ ഒരു പുരോഹിതന്റെ മുമ്പിൽ ഇവൾ വന്നു എന്നിരിക്കട്ടെ. ഇവിടെ അപ്പോൾ നമ്മൾ തജ്റുൻ ദൂനഹു വ ഹജീജു, ഹജ്ജാജിമാരൊക്കെ വരുന്നു, അതുപോലെ കച്ചവടക്കാരൊക്കെ വരുന്ന ധൂമ എന്നാണ്, ധൂമനെന്ന് വിശേഷിപ്പിച്ചതാണ്. നമ്മുടെ വിഷയം ഇതാണ്. ഒരു റാഹിബിന്റെ മുമ്പിൽ വന്നാൽ ഖലാദീനഹു, അയാളുടെ മതം അവിടെ വിട്ടെറിഞ്ഞിട്ട് ആരുടെ പിന്നാലെ പോകും? സുഅദന്റെ പിന്നാലെ പോകും. ഖലാദീനഹു, അദ്ദേഹത്തിന്റെ ദീനിനെ അയാൾ ഉപേക്ഷിക്കും. വഹ്താജ ലിശൗഖി, അങ്ങനെ അയാളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ തിരയിളകും. കാരണം എന്താ അറിയോ? ഇന്നഹ, ഈ സുഅദ അലശൗഖി,
ആഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ഇഖ്വാനൽ അസായി ക്ഷമയുള്ള ആളുകളെ, ക്ഷമയുടെ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ള ആളുകളെ ഹയൂജു ഇളക്കി വിടുന്നവളാണ്, നല്ലോണം ഇളക്കി വിടാൻ കഴിയുന്ന ആളാണ് എന്നാണ്. നമുക്കിപ്പോൾ ഇളക്കി വിട്ടാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, നമ്മുടെ വിഷയം ഇതാണ്, ഹയൂജ് എന്നുള്ളത് അമല് ചെയ്യും. കാരണം ഇഖ്വാന എന്നുള്ളത് നസ്ബി ചെയ്തത് ഹയൂജ് എന്നുള്ളതാണ്, ഫഊൽ എന്ന വസ്നിൽ. അടുത്തത് ഫഈൽ. ഫഈലിന് ചില അറബികൾ പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലാഹ സമീഉൻ ദുആ മൻ ദഅാഹു, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തവരുടെ ദുആ കേൾക്കുന്നവനാണ് അള്ളാഹു. സമീഉൻ ദുആ, നല്ലോണം കേൾക്കുന്നവനാണ്. അടുത്തത് ഫഈൽ. ഫഈലിന്റെ ഉദാഹരണം ഹദിറുൻ ഉമൂറൻ ലാ തളീറു വആമിനുൻ മാ ലൈസ മുൻജിയഹു മിനൽ അഖ്ദാരി. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരാളെ പുകഴ്ത്തിയിട്ട് പറയണം, ഓനക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യങ്ങളുണ്ടാവും. ബുദ്ധിമുട്ടിക്കാത്ത കാര്യങ്ങളിലൊക്കെ അവനെന്താണ്, ജാഗ്രവത്താണ്. എന്നാലോ അവനെ അവൻ്റെ വിധികളിൽ, അവനക്ക് വരാനുള്ള വിധിയിൽ നിന്ന് അവൻ ഒരിക്കലും രക്ഷപ്പെടുത്തൂല എന്നുള്ള കാര്യത്തിലാണെങ്കിൽ അവൻ നിർഭയനുമാണ്. ഹദിറുൻ, അവൻ ജാഗ്രതയുള്ളവനാണ്. ഉമൂറല്ല തളീറു, അവനെ ബുദ്ധിമുട്ടിക്കാത്ത കാര്യങ്ങളിൽ. വആമിനുൻ മാ ലൈസ മുൻജിയഹു മിനൽ അഖ്ദാരി, അവൻ്റെ വിധിയിൽ നിന്ന് അവനെ ഒരിക്കലും രക്ഷപ്പെടുത്തൂല എന്നുള്ള ദൂരത്തിൽ അവന് നിർഭയനായിട്ടും കിടക്കുകയാണ്. അത് പുകഴ്ത്തലാണോ ഇകഴ്ത്തലാണോ എന്നുള്ളത് പിന്നീട് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇങ്ങനെയുള്ള മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട്, അത് നമ്മൾ പറയുന്നില്ല. ഇവിടെ ഉമൂറൻ എന്നുള്ളത് നസ്ബ് ചെയ്തത് ഹദിർ എന്ന് പറയുന്ന ഫഈൽ വസ്നിൽ വന്ന ഇസ്മു ഫായിലിൻ്റെ പകരക്കാരൻ വഴിയാണ്. അപ്പോൾ അത് അമല് ചെയ്യും, പക്ഷെ വളരെ കുറവാണ് എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.